ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. പരീക്ഷ കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി ഒന്ന് ആത്മാർത്ഥമായി എൻ്റെ മേത്ത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഏതൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയാലും വിദേശത്ത് പഠിക്കുന്ന ഒരാളായാലും ചെയ്യാൻ സാധ്യതയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഏതെങ്കിലും കടയിൽ പോവുക, എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അത് കണ്ടെന്ന് ആശ്വസിക്കുക, അത് കഴിഞ്ഞ് മാസാവസാനം ഇത് ഞാൻ മേടിച്ചല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കരയുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഞാൻ വന്നിരിക്കുകയാണ്. കൊറോണ നമുക്ക് പണ്ട് വന്ന കൊറോണയല്ല, ഇതൊരു മോളാണ്. ഇവിടെ ഇല്ലാത്ത കടകളില്ല. നമ്മുടെ നാട്ടിലെ ഡെക്കാത്തലോൺ മുതൽ ഒരു വലിയ ഗ്രോസറി സ്റ്റോർ മുതൽ ഒരു ലോഡ് കടകൾ മുതൽ അങ്ങനെ കുറേ സാധനങ്ങളുള്ള ഒരു സ്ഥലം. ഇവിടേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ന് സ്പെസിഫിക്കലി വന്നു അഥവാ പരീക്ഷ കഴിഞ്ഞ് നേരെ എപ്പോൾ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷ കഴിഞ്ഞപ്പോൾ അഥവാ ഒരു ലോഡ് പരീക്ഷകൾ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അടുത്ത് മോനെ എന്നാൽ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നൊരു സ്കീം ഉണ്ടല്ലോ. ആ റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി തലച്ചോറിൽ വേഗം കൊണ്ടേ കുറേ സ്പേസ് വന്നു. ആ സ്പേസ് ഞാനങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇവിടെയാണ്. ഇവിടെ കുറച്ചധികം മണിക്കൂറുകൾ ഞാൻ ചിലവാക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് തെണ്ടി തിരിഞ്ഞ് വയ്യാണ്ടായിട്ട് തിരിച്ചൊരു ഹോസ്റ്റലിൽ പോയിട്ട് പോത്ത് പോലെ കിടന്നുറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. നാട്ടിലേക്ക് ഞാൻ എപ്പോൾ വരണുണ്ട് എന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇത് ചോദിക്കും. അതിൻ്റെ ഒരു പർദീസ അല്ലെങ്കിൽ ഒരു ഗോഡൗണിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. വോഡ്കയ്ക്ക് വേണ്ടിയൊരു സെക്ഷൻ, ഇവിടെ വേറെ കുറേ ടീമുകൾക്കുള്ളൊരു സെക്ഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ റമ്മും ടീമും വിസ്കിയും കാര്യങ്ങളൊക്കെ എവിടെയാണ്? അവരിലേക്കുള്ള പാത വേറെ റൂട്ടാണ്. ഈ വഴി നേരെ നടക്കുന്നു. ഇവിടെ കുറേ, ഇവിടെ കുറേ. ഇവിടെ ഒരു ലോഡ് ആൾക്കാർ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ഇവനെ കൊണ്ടുപോയായിരുന്നു സ്റ്റോക്ക്. ഒരു ജാഗർ മൈസ്റ്റർ കൊണ്ടുപോയായിരുന്നു. എവിടെ പോയി ഞാൻ കൊണ്ടുപോയ സാധനം? ഞാൻ കൊണ്ടുപോയ ജാഗർ മൈസ്റ്റർ ഇതേ ഇരിക്കണം, റീഫിൽ ചെയ്തിട്ടുണ്ട്. ഓ, കുടിയന്മാരുടെ പറുദീസ. ഇതിനെതിരല്ല, പക്ഷെ അധികമാവും. കൺട്രോൾഡ് ആയിരിക്കണം എല്ലാം. മരുന്നായിട്ട് എന്തുകൊണ്ടും നല്ല സാധനമാണ്, പക്ഷെ മരുന്നിനപ്പുറത്തേക്ക് കൺസ്യൂം ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല, പണി പാടും. അപ്പോൾ കുടിയന്മാരുടെ പ്രതീക്ഷയിലൂടെ ഞാനൊന്ന് നടന്നു. നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും വേണമല്ലോ. ഇപ്പെങ്ങാലും നല്ല ഓഫറിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എടുക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിപ്പോൾ ഇടയ്ക്ക് വന്നത്. പക്ഷേ ഓഫറിന് രീതിയിലൊന്നുമില്ല. വല്ല പെരുന്നാൾ വരട്ടെ, ഇവിടെ പെരുന്നാളല്ല, വല്ല ആഘോഷങ്ങളോ കാര്യങ്ങളോ വരട്ടെ, അപ്പോൾ എല്ലാം നോക്കാം. ജാക്കി ഇവിടെ ഇരിപ്പുണ്ട്, 112 സ്ലോട്ടി 1 ലിറ്റർ. പിന്നെ വൈൻ, ഇത് ഫുൾ വൈനുകളുടെ സെക്ഷൻ. എന്താ അല്ലേ ഇത്ര പെരുത്ത് കുപ്പികൾ. അതുകൂടെ സൂപ്പർ മാർക്കറ്റിൽ, നമ്മുടെ നാട്ടിലെങ്ങാനും ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതേപോലെ കുപ്പിയുള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ. ഓ, ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ കൺട്രോൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ജീവിക്കുക, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക്, മോശമായിട്ട് ജീവിച്ചാലും നിങ്ങൾക്ക്. എന്തായാലും നമുക്ക് അടുത്ത സെക്ഷനുകളിലേക്ക് പോകാം. കുപ്പി കിട്ടിയില്ല. വലിയ കട കേട്ടോ, ആനയുടെ വലിപ്പുണ്ട് ഈ കടയ്ക്ക്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് എല്ലാ കടകളിലും കയറി ഇറങ്ങി നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇറങ്ങാം. ഇവിടെ നിന്ന് ഒരു സൈഡ് ഫുള്ള് കുപ്പി, ഒരു സൈഡ് ഫുള്ള് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഒരു സൈഡ് ബാക്കി ഇറച്ചി ഐറ്റംസ്, ഒരു സൈഡ് ഡ്രസ്സ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു ജൈജാൻറ്റിക് കട. ഓ, ഒരു ചെറിയ മയക്കം പാസ്സാക്കി. ഓ, ഒരു സുഖം. പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഗ്യാപ്പ് വരുമല്ലോ, ആ ഗ്യാപ്പിൽ കിട്ടുമ്പോൾ മനസ്സും എല്ലാം അങ്ങോട്ട് ഒരു ആനന്ദപൂർവമായ ഒരു സിറ്റുവേഷനിലാണ്. മലയാളം നാക്കി കൊളത്തി പിടിക്കണം. ഇത് നല്ല രസമുള്ള പരിപാടിയാണല്ലേ. ഇവൻ്റെ പേരാണ് ക്രിസ്ത്യൻ. അതെ, ഞാനൊരു വെളുത്ത് ഇന്ത്യൻ എന്നാണ് വിളിക്കുന്നത്. ഞാനിവിടെ നല്ല എരിവുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് മുന്നുണ്ടായിരുന്ന എല്ലാ വെള്ളക്കാരും ഇങ്ങനെ ചുമച്ച് കളയും. ഇവൻ അപ്രൂവ്ഡ്. ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് ദാറ്റ് യു ക്യാൻ ടോളറേറ്റ് സ്പൈസി ഫുഡ്, നത്തിങ് എൽസ്. ഇത്രയും എരിവുള്ള കറി വരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആശാൻ ഇവിടെ പുഷ്പം പോലെ ഇരിക്കും. ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് കറി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അത് കഴിയുമ്പോൾ ആശാൻ നിങ്ങൾ ചുവക്കും. ആ വെളുത്ത അങ്ങ് ജില്ല കടന്നു പോയാ അവൻ അങ്ങ് വെളുത്ത സ്കിന്നില്ല, അതങ്ങ് റെഡ് കളറാണ്. ഇത്രയും ചുവന്ന കറി കേട്ടോ. ഞാനിന്ന് മീൻകറി ഉണ്ടാക്കി. നല്ല കിഡിലൻ കോട്ടയം മീൻകറി. കോട്ടയത്തു നിന്നുള്ള ആൾ മീൻകറി ഉണ്ടാക്കിയതാട്ടോ കോട്ടയം മീൻകറി എന്ന് പറയണേ. ഇനി കോട്ടയം സ്പെഷ്യൽ മീൻകറി ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ചോറും ഉണ്ടാക്കി. ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ഇത്
പല സാഹചര്യങ്ങൾ കൊണ്ടാകാം. പരീക്ഷ ആകാം, ഫൈനാൻഷ്യൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാങ്ങാത്തോൽ പിടിച്ചൊരു വൃത്തികെട്ട സിറ്റുവേഷൻ ആകാം, എന്തും ആകാം. സ്റ്റക്കായിപ്പോ അനങ്ങാൻ പറ്റൂല. പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങൾ അനങ്ങാണ്ട് നിൽക്കുള്ളൂ. ഈ ടൈം എന്ന് പറയുന്ന സാധനം അങ്ങ് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, പരീക്ഷ വെള്ളിയാഴ്ചയുണ്ട്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, എത്ര പഠിച്ചാലും തീരില്ല. ഞാൻ പറ്റില്ല പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാലും ദിവസം തന്നെ അങ്ങോട്ട് കടന്നു പോകും, വെള്ളിയാഴ്ച ആവുകയും ചെയ്യും. പഠിച്ചില്ലേ ഞാൻ പൊട്ടും. ആർക്ക് പോയി? എനിക്ക് മാത്രം പോയി. അപ്പം എന്ത് വൃത്തികെട്ട സാഹചര്യം ആയാലും സമയം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇറ്റ് ഷാൾ പാസ്. ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പരമാവധി പറ്റാവുന്ന പോലെ പറ്റാവുന്ന സമയത്ത് ചെയ്യാൻ നോക്കാം. ഒന്നും ചെയ്യാണ്ടിരുന്ന അവസാനം നൊലുവിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് നൊലുവിളിക്കുക. നിങ്ങളാരും കൈതരാനുണ്ടാവില്ല, എക്സെപ്റ്റ് വീട്ടുകാർ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചോറും മീൻകറി കഴിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ. ഈ നടപ്പാത ഉണ്ടല്ലേ, ഇത് കംപ്ലീറ്റ്ലി നോർമലാണ്. പക്ഷേ ഇത് നോക്കി, ഒരു ചെറിയൊരു തിളക്കം പോലെ കണ്ട. ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. കാലുണ്ടല്ലോ അങ്ങ് തെന്നി അങ്ങോട്ട് പോകും വയ്ക്കുമ്പോൾ. ഇത് ഇച്ചിരി ഒന്ന് ഉടഞ്ഞു തുടങ്ങി. ഞാൻ ജോലിക്ക് ഇറങ്ങിയ സമയത്ത് ഇപ്പോഴും പിടിച്ചിറങ്ങണതൊക്കെ പയ്യെ സ്പീഡിൽ വെച്ച് കഴിഞ്ഞതൊക്കെ കാല് വയ്ക്കുമ്പോൾ ഇങ്ങോട്ടൊരു പോക്ക. ഉറപ്പിച്ച് ഓരോ കാല് വെച്ച് നടന്നോ, അല്ലെങ്കിൽ സ്വർഗം കാണും. ഈ സാഹചര്യങ്ങളിലൊക്കെ കുണ്ടലങ്ങൾ നിലത്ത് തൊട്ടാൽ അപ്പം വേദന എടുക്കില്ല. പക്ഷെ ഇച്ചിരി ചൂടായിട്ടുള്ള എവിടേക്കെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗം കാണും. ഇനി ഇപ്പോഴത്തേക്കാൾ കൂടുതൽ പിന്നീടായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്. സൂക്ഷിക്കുക. നല്ല തെന്നലുള്ള സമയമാണ്. ഓരോ കാലും പോയതുണ്ട് നിങ്ങൾ ഉറപ്പിച്ച് വെക്കുക. നല്ല സുഖമുള്ള പരിപാടിയല്ല വീഴുന്നത്, അതും വിൻ്ററിൽ. എല്ലൊടിഞ്ഞാൽ പോലും അറിയൂല. കണ്ടോ നിങ്ങൾ നോക്കിയാൽ തെന്നി അടിച്ച് പോകാം. ആക്ച്വലി എവിടെന്നെങ്കിലും ആരെങ്കിലും കയറി വെച്ച് ഇവിടെ നടക്കുന്നത് ശ്രദ്ധിച്ചോട്ടോ. ഈ പോയ പോക്കുണ്ട് നിങ്ങൾ അത്ര തന്നെയല്ല. അപ്പം എന്തായാലും ഞാൻ എവിടെയെങ്കിലൊക്കെ പിടിച്ച് പോകട്ടെ. ജോലിക്ക് വന്നു, ജോലി അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് എനിക്ക് വലിയ തലവേദന ഉള്ള ദിവസമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നിയ ദിവസം മുഴുവൻ കാണിച്ച് നടക്കാം. അതിനർത്ഥം കിടന്നുറങ്ങാൻ പോത്ത് പോലെ. ഞാൻ ഈ ഇരിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഞാൻ കിടന്നുറങ്ങുന്ന മേര സബ്സെ ശുദ്ധ സ്ഥലം ഹേ. ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്നുറങ്ങുന്നു പോത്ത് പോലെ. പണിയില്ലാത്ത ദിവസമാണെങ്കിൽ കേട്ടോ. എൻ്റെ പണിയുള്ള ദിവസത്തെ പണി നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് ഫ്രീ ഡേ ആണ്. ചുമ്മാ വരാം, കുറച്ച് കാര്യങ്ങൾ അവിടെ ഒന്ന് ടാലി ചെയ്യുക, അങ്ങനെ ദിവസം തള്ളി നീക്കാൻ, മണിക്കൂർ തയ്ക്കുക, വീട്ടിൽ പോവുക. ഞാൻ എൻ്റെ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ച് പുഷ്പം പോലെ സമയം കളഞ്ഞ് വീട്ടിൽ പോകും. അപ്പം ഞാൻ എന്തായാലും ഇവിടെയാണ് കിടക്കുന്നത്. ടേബിളിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും കിടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം. പിന്നെ അവിടെ ഒരു പുള്ളിക്കാരി ഇരിപ്പുണ്ട്, പുള്ളിക്കാരി എന്നെ കവർ ചെയ്തോളും. യെസ്, അങ്ങനെയാണ് എൻ്റെ ഒരു പരിപാടി. ഈ വ്ളോഗിൽ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളേ ഉള്ളൂ. ഇനി തിരിച്ചു പോയിട്ട് വേണം ഒന്നീന്ന് തുടങ്ങാനായിട്ട് പിന്നെയും. കാരണം നാളൊരു പരീക്ഷയുണ്ട്. റെസ്റ്റിംഗ് ടൈം അതോടുകൂടി കഴിയും. ഒരു 2 മണിക്കൂറും കൂടി ജോലി, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ പരിപാടി. ഇനി വീട്ടിൽ പോയിട്ട് കാണാം ബാക്കി കലാപരിപാടികൾ. ഇനി ഒരു മീറ്റിങ്ങും കൂടി ഉണ്ട്, ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതിനെ സംസാരിച്ചിട്ട് കുറച്ച് തീരുമാനങ്ങൾ സെറ്റാകും. സെറ്റായില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, സെറ്റായാലും അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഞാൻ എന്തായാലും കിടന്നുറങ്ങട്ടെ. അടുത്ത വ്ളോഗിൽ അടുത്ത പരീക്ഷ അപരാധമായി ഞാൻ വരാം. അല്ലാതെ എന്ത് പറയാൻ. ചിരിക്കുന്ന ഒരു കോമാളി, അതാണ് പരീക്ഷ. മാങ്ങാത്തൊലി. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഈ അവസ്ഥ വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.